നമസ്കാരം. തിയേറ്റർ റിലീസിന് ശേഷം മാർക്കോ വലിയ രീതിയിൽ വിജയമായിരുന്നെങ്കിൽ തിയേറ്റർ കഴിഞ്ഞ് മാർക്കോയ്ക്ക് വലിയ കണ്ടകശനെയാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരു പുതിയ വിവാദത്തിലേക്ക് മാർക്കോ ചെന്ന് വെട്ടിരിക്കുകയാണ്. CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പറയുന്നത് മാർക്കോ സിനിമയ്ക്ക് ടെലിവിഷനിൽ സ്ക്രീൻ ചെയ്യാനുള്ള ഒരു അനുമതി കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം കൃത്യമായി പറയുകയാണെങ്കിൽ UA അല്ലെങ്കിൽ U കാറ്റഗറി വിഭാഗത്തിൽ വരുന്ന സിനിമകൾക്ക് TV-യിൽ പ്രദർശിപ്പിക്കാം. അല്ലാത്ത പക്ഷം A സർട്ടിഫൈഡ് സിനിമകൾക്ക് അങ്ങനെ TV-യിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം നിഷേധിക്കുകയാണ് ഇപ്പോൾ CBFC. ഇനി എന്താ ചെയ്യാൻ കഴിയുക എന്ന് വെച്ചാൽ നിർമ്മാതാവിന് പല സീനുകളും ഡിലീറ്റ് ചെയ്തിട്ട് ഈ സിനിമ വീണ്ടും അപേക്ഷിക്കാം എന്നുള്ളതാണ്. കാരണം മാർക്കോ ഉടനീളം ഒരു വയലന്റ് ആക്ഷൻ ചിത്രവും കൂടിയാണ്. മോസ്റ്റ് വയലന്റ് സിനിമ ഇൻ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്തത്. എന്തായാലും ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെ മാർക്കോയ്ക്ക് ചെന്ന് പെട്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇനി TV-യിൽ ചിത്രത്തിന് വരാൻ സാധിക്കില്ല. പല സീനുകളും മുറിച്ചു മാറ്റി അപേക്ഷിക്കുകയാണെങ്കിൽ മാർക്കോയുടെ എസൻസ് തന്നെ പോകും എന്നുള്ളതാണ് വസ്തുത. കാരണം പല സീനുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബ്ലഡ് ഷെഡും ചോരക്കളിയും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കോ ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് ഒരു വീഡിയോയുമായി എത്തിയത്. തന്റെ ഏറ്റവും പുതിയ സിനിമയിൽ, കാട്ടാളൻ എന്നാണ് സിനിമയുടെ പേര്, ആന്റണി പെപ്പയാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ആ ചിത്രത്തിൽ ഇതിലോളം വയലൻസ് രംഗങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അണിയറ പ്രവർത്തകർക്ക് താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത്രയും വയലൻസിൽ ഷൂട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ ഉണ്ട്. കാരണം കേരളത്തിൽ പല കുറിയെ നടക്കുന്ന കൊലപാതകങ്ങൾ, കുട്ടികൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അവർ അടിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ രീതിയിൽ വയലന്റ് മൂഡിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതെല്ലാം സിനിമയുടെ സ്വാധീനവും കൂടി കൊണ്ടാണ് എന്നൊരു വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ വിരലുകളും മാർക്കോയ്ക്ക് നേരെ ചൂണ്ടുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. കാരണം മാർക്കോ എന്ന സിനിമ യുവാക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതാണോ ഈ കുറ്റവാസന കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം? കാരണവും കൂടെയൊക്കെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് മാർക്കോയ്ക്കും. പ്രതിസന്ധികൾ വളരെയധികം രൂക്ഷമാണ്. കാരണം ഓരോ കൊലപാതകങ്ങൾ നടക്കുന്ന വേളയിൽ പോലും മാർക്കോയാണോ ഈ കാരണം എന്ന് 2025 തുടക്കം മുതൽ തന്നെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. അതിനാണ് ഇപ്പോൾ നിർമ്മാതാവും കൂടി രംഗത്തെത്തി ഒരു മറുപടിയുമായി വന്നിരിക്കുന്നത്. തൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൽ ഈ വയലൻസ് കുറയ്ക്കുമെന്നുള്ളതാണ്. അപ്പോഴാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം വരുന്നത്. മാർക്കോയുടെ റിലീസിന് ശേഷം തിയേറ്ററിൽ വൻ ഹൈപ്പും ഓളവും ഉണ്ടാക്കിയ ആ ഉണ്ണി മുകുന്ദൻ ചിത്രത്തിന് 2ാം ഭാഗം, 3ാം ഭാഗം, 4ാം ഭാഗം ഒക്കെ ഉണ്ടാകുമെന്ന് നായകൻ ഉണ്ണി മുകുന്ദൻ ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ മാർക്കോയുടെ ഫ്രാഞ്ചൈസിന്റെ ഗതി വിധി ഇതെല്ലാം എന്തായിരിക്കും എന്നൊരു വലിയ ചോദ്യവും കൂടി നിലനിൽക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ മാർക്കോയുടെ തലവേദന തീർന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ മാർക്കോ 2യുമായി എന്ന് ഈ അണിയറ പ്രവർത്തകർ അനൗൺസ്മെന്റ് പോസ്റ്റ് നടത്തുന്നു അന്ന് മുതൽ മാർക്കോ 2 വിവാദങ്ങളിൽ ഇടം പിടിക്കും, സംശയമില്ല. കാരണം ഡിസംബർ 20-ന് റിലീസ് ചെയ്ത മാർക്കോയ്ക്ക് ഇപ്പോൾ മാർച്ച് 5-ാം തീയതി വരെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടയിൽ, ഈ 3 മാസത്തിനിടയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന എല്ലാത്തരം വിവാദങ്ങളും മാർക്കോയിൽ ചെന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പൊ എന്ത് കൊലക്കുറ്റം നടന്നാൽ പോലും, ഏത് കൊലപാതകം നടന്നാൽ പോലും, പ്രത്യേകിച്ച് മൈനറുകൾക്കിടയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, അവർ ഉണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ തന്നെ, ഷഹബാസിന്റെ കൊലപാതകം ഉൾപ്പെടെ ഉള്ളത് നമ്മുടെ മുന്നിലുള്ള ചൂണ്ടുവിരലാണ്. ചൂണ്ടുവിരലായിട്ട് തന്നെ സമൂഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇതെല്ലാം മാർക്കോ എന്ന സിനിമയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? പല രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ച് പറയുന്നത് സിനിമയിൽ ഇതിൽ പ്രധാനമായ സ്വാധീനമുണ്ട്, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നൊരു വലിയ ചോദ്യവും കൂടി ഈ മേഖലയിൽ നിന്നുള്ള എല്ലാവരും പറയുമ്പോൾ പോലും അതിലെല്ലാവരും ചൂണ്ടുന്നത് മാർക്കോ പോലൊരു സിനിമ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ്. തിയേറ്ററിൽ പോലും 18 വയസ്സിന് തികയാത്ത കുട്ടികൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതിന്റെ തെളിവുകൾ പല തിയേറ്ററുകാരും പറയുന്നുമുണ്ട്. അന്നൊന്നും ചെവി കൊണ്ടില്ല. പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളിലൊക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ ഉദിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ OTT റിലീസായി മാർക്കോ എത്തിയപ്പോൾ പോലും ഈ വീട്ടിലിരുന്ന് കാണുന്ന പ്രേക്ഷകരെല്ലാം 18 വയസ്സിന് തികഞ്ഞ് മാത്രമേ ഇത് കാണാൻ പറ്റൂ എന്നുള്ള ഒരു തരത്തിലുമുള്ള നിയമാവലി പാലിക്കാൻ നോക്കാൻ അവിടെ ആളില്ല. അച്ഛനമ്മമാരുടെ മുന്നിലിരുന്ന് മക്കൾ മാർക്കോ എന്ന സിനിമ കണ്ടത് നമ്മുടെ മുന്നിലുണ്ട്. OTT-യിൽ എല്ലാം അവൈലബിൾ ആണ്. അവരുടെ വിരൽ തുമ്പിൽ, മൊബൈലിൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് പോലും ഈ സിനിമ കാണാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ തന്നെ ഒരു വിലക്ക് വരേണ്ടതായിരുന്നു. കാരണം 18 വയസ്സിന് മുകളിൽ മാത്രം കാണാൻ കഴിയുന്ന ഈ സിനിമയ്ക്ക് എന്തുകൊണ്ട് OTT പോലൊരു പ്ലാറ്റ്ഫോമിൽ പ്രായഭേദമന്യേ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം പല സിനിമകളും ഇപ്പോൾ ഏറ്റവും ന്യൂഡിറ്റി ആയിട്ടുള്ള സിനിമകളായിക്കോട്ടെ, അതെല്ലാം 16 above എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ട് OTT-യിൽ വരുമ്പോൾ പോലും അങ്ങനെ ഒന്നും പാലിക്കപ്പെടാതെ സിനിമകൾ വരുന്നുണ്ട്, അത് കാണുന്നുണ്ട്, അതിലേക്ക് യുവാക്കൾ വീഴുന്നുണ്ട്, അതിനിടയിൽ കൗമാരക്കാർ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. പക്ഷെ ഇതെങ്ങനെയാണ് നിയന്ത്രണം വരിക? ഇതൊരു വലിയ ചോദ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. എന്തായാലും അതിനിപ്പോഴൊരു പരിഹാരം വന്നിട്ടൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് TV-യിൽ എന്തായാലും കാണിക്കാൻ പോകുന്നില്ല, സംപ്രേഷണം ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു കൃത്യമായ തീരുമാനത്തിൽ തന്നെയാണ് CBFC രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി ഇത് TV-യിലേക്ക് വരണമെങ്കിൽ നിർമ്മാതാക്കൾ ഇതിലെ പല രംഗങ്ങളും കട്ട് ചെയ്യേണ്ടി വരും. ആ രംഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി അപേക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ മാർക്കോയിൽ ഇനി ഏതെങ്കിലും രംഗം ബാക്കി ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യവും സൈബർ സമൂഹം ചോദിക്കുന്നുണ്ട്.